ശലോം. യേശുവായിൽ പ്രിയ സഹോദരരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്ന വിഷയം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്നതിനെക്കുറിച്ചാണ്. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുമുള്ളതാണ് വിശ്വാസം, അല്ലേ? ഈ വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും എന്നാണ്. ഞാൻ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം, ഈ അന്ത്യകാലത്ത് സഭയിൽ നടക്കുന്ന പല തെറ്റുകളും പുരോഹിതന്മാർ തമ്മിലുള്ള തല്ലും ഒക്കെ കണ്ട് പുതിയ തലമുറയിലെ ഒരു വിഭാഗം ജനത നിരീശ്വരന്മാരായി തീർന്നിരിക്കുന്നു. ഒരു കൂട്ടരാണെങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ മറുകൂട്ടർ ദൈവത്തിന് പകരം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രത്തെ കണ്ടെത്തുന്നവരാണ്. പിന്നെ ചിലവരാണെങ്കിലോ എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരും. അപ്പോൾ മനുഷ്യരുടെ വിശ്വാസം ചൂഷണം ചെയ്ത് കേശ വീർപ്പിക്കാൻ ഒരു വിഭാഗം മതപുരോഹിതന്മാരും പാസ്റ്റർമാരും ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിപിഴച്ച ഈ സന്തതി പരമ്പരകളോട് ദൈവം അവസാനം വരുമ്പോൾ ചോദിക്കുകയാണ്, ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നീതിമാൻ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കും, അല്ലേ? ഹബക്കുക്ക് 2:4 പറയുന്നുണ്ട്. അതായത് വിശ്വാസം എന്നത് പറയുവാൻ മാത്രമുള്ളതല്ല, പ്രവർത്തിക്കാൻ കൂടിയുള്ളതാണ്. ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്താ കാര്യം? വചനം എന്താ പറയുന്നേ? യാക്കോബ് 2:10, ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നാലും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നുവെന്നാണ്. എന്താണ്? അതായത് ഇനി ഈ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാലും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു തിരുവെഴുത്ത് പാലിച്ചില്ല എങ്കിൽ എന്താണ് കാര്യം? എന്താണ്? അപ്പോൾ കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും. എന്നാൽ കരുണ കാണിക്കുന്നവന് ന്യായവിധിയെ ജയിക്കാം. ഈ പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസമാണ് ഇന്ന് കപട ക്രിസ്ത്യാനികൾ കാണിക്കുന്നത്. ഫുൾ അഭിനയാണ്. പള്ളിയിലായാലും സഭയിലായാലും പണക്കാരന് ദരിദ്രനേക്കാൾ വിലയാണ്. കുറച്ച് പൈസ പള്ളിയിലേക്ക് വല്ലതും പണിയാനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി വിശിഷ്ട വ്യക്തിയാണ്, ബഹുമാന്യ പൂജിതനാണ്. അങ്ങനെയാണ് അവനെ കാണുന്നത്. കിരീടം വച്ച് അവനെ വാഴിക്കും. കാരണം അവർ പറയുന്നത് എന്താണ്? പണം എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നാണ്, അല്ലേ? എന്നാൽ ഈ പള്ളിപ്പിരിവൊന്നും കൊടുക്കാനില്ലാത്ത അത്താഴപ്പട്ടിണിക്കാരനോ പുല്ലുവില, അവൻ്റെ സ്ഥാനം അങ്ങ് താഴെ തറയിൽ. എന്താ ഈ മണ്ടന്മാർക്ക് മനസ്സിലാവാത്തെ? യേശുവ പണക്കാരനായിട്ടാണോ ജനിച്ചത്? സർവശക്തനായ ദൈവമഹത്വം ഭൂമിയിൽ വന്ന് പിറന്നത് കാലികളുടെ കൂടെ പുൽത്തൊട്ടിലായിരുന്നു. അന്നത്തെ ജനങ്ങൾക്കും തെറ്റുപറ്റിയത് അതുകൊണ്ടായിരുന്നു. അവർ തങ്ങളുടെ രാജാവിനെ രാജകൊട്ടാരത്തിൽ പ്രതീക്ഷിച്ചു. എന്താ വചനം പറയുന്നേ? പണക്കാരൻ സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിൽ കിടക്കുന്നതാണ് എളുപ്പമെന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും നിത്യരാജ്യത്തിന് അവകാശികളുമാക്കുമെന്നാ പറയണേ. ഒരു ദരിദ്രനോട് പട്ടിണി കിടന്ന് ചാവാൻ നേരത്ത് വചനം മാത്രം പറഞ്ഞു കൊടുത്താൽ എന്താ കാര്യം? അവൻ്റെ വയറ് നിറയോ? അപ്പോൾ ആദ്യം അവന് എന്താ കൊടുക്കണ്ടേ? അവന് ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് വചനം പറഞ്ഞു കൊടുത്താൽ അവൻ്റെ വായിൽ ആ വചനം തേൻ പോലെ മധുരിക്കും. അവനെ മാതൃകയാക്കിയിട്ട് വിശ്വസിക്കും. ഇപ്പോൾ ഒരുത്തൻ പറയാണ്, എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അത് പ്രവൃത്തിയിൽ കാണിക്കുന്നില്ലെന്ന് കരുതട്ടെ. അപ്പോൾ ഒരുത്തൻ എന്നോട് പറയാണ്, നിനക്ക് വിശ്വാസമുണ്ട്, എന്നാൽ എനിക്ക് പ്രവൃത്തി ഉണ്ട്. നിന്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ നീ തെളിയിച്ച് കാണിച്ചു തരിക, എന്നാൽ ഞാൻ എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ആരാണ് ജയിക്കുക? ദൈവസന്നിധിയിൽ, അല്ലേ? വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു കൊടുത്തവനല്ലേ ജയിക്കുള്ളൂ. അബ്രാഹാം ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ വെച്ചിട്ട് പ്രവൃത്തിയാലല്ലേ നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. റാഹാബ് എന്ന വേശ്യ പ്രവൃത്തിയിൽ ദൂതരെ കൈക്കൊണ്ടപ്പോൾ അവൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവളായില്ലേ?
ആത്മാവില്ലാത്ത ശരീരം മുട്ടത്തോട് പോലെയാണ്, നിർജീവമാണ് അല്ലേ. അതായത് ആത്മാവുള്ളിടത്തോളം കാലം മാത്രമേ ശരീരത്തിന് വിലയുള്ളൂ അല്ലേ. അപ്പം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ത്? പ്രവൃത്തി. വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും അതിൽ തന്നെ നിർജീവമാണ്. മനുഷ്യനോട് ദൈവം എന്താ പറഞ്ഞത്? കേൾപ്പാൻ വേഗതയും പറയാനും കോപത്തിനും താമസം വേണമെന്നാണ് അല്ലേ. അതായത് നമ്മൾ കേൾക്കാൻ വേഗത ഉള്ളവരാണെങ്കിലും നമ്മൾ പറയാനും അതുപോലെ കോപിക്കാനും താമസം വേണം, ആലോചിച്ചിട്ടേ വേണം എന്നാണ് അല്ലേ. ഇപ്പോൾ ഒരുത്തൻ ഒരു വചനം കേട്ടിട്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നില്ല എങ്കിൽ അവൻ തൻ്റെ മുഖം, സ്വാഭാവികമായിട്ടുള്ള തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്ന പോലെയാണ്. ഇന്നാണല്ലോ ഇപ്പോൾ ഫോട്ടോസും ഒക്കെ ഉള്ളത്. പണ്ട് കണ്ണാടിയിൽ നോക്കുന്ന മുഖം അവൻ തന്നെത്താൻ തന്നെ അത് മറന്നു പോകും അല്ലേ. താൻ ഇന്ന രൂപമായിരുന്നു എന്ന് അവൻ പെട്ടെന്ന് മറന്നു പോകും. എന്നാൽ അതുപോലെയാണ് നമ്മൾ ന്യായപ്രമാണം ഉറ്റുനോക്കി ജീവിക്കുന്നവനാണോ എങ്കിൽ ആ വചനം കേട്ടത് മറക്കില്ല. കാരണം എന്താ? നമ്മളത് പ്രവൃത്തിയിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കും. മനുഷ്യൻ്റെ മുമ്പിൽ ഭക്തിയുടെ വേഷം കിട്ടുന്ന പലരും തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ബിഗ് സീറോ ആണ്. നമ്മെ ബിഗ് ഹീറോ ആക്കുന്നത് എങ്ങനെയാണ്? അനാഥരെയും വിധവകളെയും ദരിദ്രരെയും സങ്കടത്തിൽ ചെന്ന് കണ്ട് പ്രവർത്തിച്ച് ലോകത്തിലുള്ള കളങ്കം പറ്റാത്ത വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുമ്പോഴാണ് അല്ലേ. ധനവാൻ തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ധനം തരാം, കടം വീട്ടാം, വീട് പണിയാം, എന്താ പറയുക, ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇന്ന സ്ഥലത്ത് വരുവിൻ, ഇന്ന സ്ഥലത്ത് വന്ന് ആരാധിക്കുവിൻ എന്നൊക്കെ പറയുന്നത് ആരാ? ദൈവമല്ല, സാത്താനാണ്. മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്കും ഇന്ന് ഓടുകയാണ്, സമാധാനം അന്വേഷിച്ച്, സന്തോഷം അന്വേഷിച്ച്, സൗഖ്യം അന്വേഷിച്ച് അല്ലേ. അവിടെയൊക്കെ പോയി കുറേ ദശാംശം കൊടുത്ത് മനസ്സിന് തൃപ്തി തോന്നിയിട്ട് അവർ തിരിച്ചു വരുന്നു. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്ക്, കാണാനോ കേൾപ്പാനോ പറയാനോ കഴിവില്ലാത്ത ആ പ്രതിമയിലിരിക്കുന്ന സാത്താൻ, അവൻ നിന്റെ കാര്യം കഴിയുമ്പോൾ നിന്നെ അവൻ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയും. പെട്ടെന്ന് ഒരു സൗഖ്യം കിട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് നിന്റെ കാര്യം സാധിച്ചു എന്ന് വിചാരിച്ച് അത് ആ പ്രവൃത്തിയുടെയോ ആ സ്ഥലത്തിൻ്റെയോ ആ പുരോഹിതൻ്റെയോ ഒന്നും മേന്മയല്ല. ഒരു പക്ഷെ അത് സാത്താൻ നിനക്ക് വെച്ചിരിക്കുന്ന കെണിയായിരിക്കാം. പെട്ടെന്ന് തരുന്ന ആ സൗഭാഗ്യം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എങ്ങനെ കിട്ടുക? അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടില്ല. ആ ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും നമ്മിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും സാധിക്കില്ല. മനസ്സിലായോ? എന്നാൽ സാത്താൻ തരുന്ന സൗഭാഗ്യങ്ങളെല്ലാം പെട്ടെന്ന് പോകും. യേശുവായോട് സാത്താൻ എന്താ പറഞ്ഞേ? മരുഭൂമിയിലെ പരീക്ഷണത്തിൽ എന്താ പറഞ്ഞേ? നിനക്ക് ഈ ലോകം മുഴുവൻ തരാം അല്ലേ, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി അല്ലേ. അപ്പം അതുപോലെ തന്നെ അത് തെളിവാണ്, നമുക്ക് തരുന്ന തെളിവാണ്. ഈ ലോകത്തിലെ സുഖങ്ങളും എല്ലാം, ഈ ലോകവും അവൻ്റെയാണ് എന്നതിന് തെളിവാണ് അല്ലേ. അവൻ പറയുന്നത് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്നെ ആരാധിച്ചാൽ മതി എന്നല്ലേ. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? യേശു വചനം കൊണ്ടാണ് അവനെ നേരിട്ടതല്ലേ. അപ്പോൾ യേശു എന്താ പറയുക? ഈ ലോകം എൻ്റെ അല്ല. എപ്പോഴും പറയൂല, ഈ രാജ്യം എൻ്റെ അല്ല, എൻ്റെ രാജ്യം വേറെയാണ്. അതുപോലെ എൻ്റെ രാജ്യത്തിലേക്കുള്ള വഴി നെരുങ്ങിയതും ഇടുങ്ങിയതുമാണ്, അതിലൂടെ കടക്കുന്നവരോ വിരളമാണെന്നല്ലേ. അപ്പോൾ നീ പണക്കാരനാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കപ്പോൾ സ്വർഗരാജ്യം വേണ്ടേ? പണക്കാരന്മാർക്ക് സ്വർഗരാജ്യത്ത് കിടക്കുക വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയുന്ന നീ പണക്കാരനാവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം വേണ്ടേ? പണക്കാരനായാൽ മതിയോ? ഇപ്പോൾ ഒരപ്പൻ്റെ സ്വത്ത് മോഹിച്ച് അവനെ കാപട്യമായി സ്നേഹിച്ച് സോപ്പിടുന്ന മകനാണോ, അതോ സ്വത്തിനു വേണ്ടിയല്ലാതെ അപ്പനെ സ്നേഹിക്കുന്ന, അറിഞ്ഞു വല്ലതും തന്നാൽ അത് സ്വീകരിക്കുന്ന മകനാണോ? ഏതാണ് ശ്രേഷ്ഠൻ? അപ്പം അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങൾ ദൈവത്തെ സമീപിക്കരുത്. ദൈവം തരും, നാഴി നിറച്ച് അളന്ന് കുലുക്കി നമ്മുടെ അപ്പൻ തരും. എന്ത് വേണം? അപ്പന് ജീവന് തുല്യം സ്നേഹിച്ചാൽ മാത്രം മതി. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനിക്ക് മൊത്തം അഭിനയമാണ്, അഭിനയ ജീവിതമാണ്. ദിവസവും പള്ളിയിൽ പോകുന്നു, പുരോഹിതൻ പറയുന്ന ഇതൊക്കെ വിശ്വസിക്കുന്നു, വെള്ളം തൊടാതെ വിഴുങ്ങുന്നു അല്ലേ. ഇനി അവൻ്റെ സ്വഭാവമാണെങ്കിലോ സ്വന്തം വീട്ടിൽ വന്നാൽ അറിയാം അവൻ്റെ തന്നെ സ്വഭാവം. ചിലർ ആക്സിഡൻ്റൊക്കെ പറ്റി
വരുമ്പോൾ അവർ പറയും ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു തകർച്ച വരുമ്പോൾ ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നതാ, എന്നിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ ഒരു കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ കാറിൻ്റെ മുകളിലേക്ക് ഒരു മരം വീണു, കാറ് നശിച്ചു. അപ്പോൾ അവൻ ആ കഷ്ടകാലം വന്നപ്പോൾ അവൻ പറയാണ്, ഞാൻ ഇത്രയും ദൈവത്തെ പെട്ടെന്നാണല്ലോ എനിക്കിത് സംഭവിച്ചത്, എനിക്കിങ്ങനെ കഷ്ടകാലം സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കൂലേ. പക്ഷെ അത്രയും നാളും അവൻ കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അവന് യാതൊന്നും സംഭവിക്കാതെ അവന് കാത്തു സൂക്ഷിച്ച് ദൈവത്തെ അവൻ ഓർക്കുന്നില്ല. അത് എൻ്റെ അമ്മമ്മയൊക്കെ പറയാറുണ്ട് പണ്ട് കാലത്ത്, പള്ളിയിൽ പോയാലും തുള്ളി നടന്നാലും ഉള്ളു നന്നാകാതെ കൊള്ളുകില്ലെന്ന്. അതൊരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട്. അതായത് ഈ വിശ്വാസമെല്ലാം പ്രവൃത്തിയിൽ കാണിച്ചില്ല എങ്കിൽ ഒരു കാര്യവും ഇല്ല. ഈ അന്ത്യകാലത്തിൽ നമുക്ക് നാം നടന്നു വന്ന വഴികൾ തെറ്റാണെന്ന് ബോധിച്ചു കിട്ടിയല്ലേ. ഈ 7-ാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ അവസരത്തിൽ പ്രവാചകന്മാരിലൂടെ പണ്ട് ദൈവം കൊടുത്ത ആ സത്യങ്ങൾ ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ മക്കളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പഴയ തലമുറക്കാർ അവരെക്കാളും ശ്രേഷ്ഠരാണ് നമ്മൾ അല്ലേ, അവിടെ അങ്ങനെ കരുതരുത് അല്ലേ, അല്ലെങ്കിൽ അവരിതൊന്നും അറിഞ്ഞില്ലല്ലോ, അങ്ങനെ കരുതരുത്. അവിടെയാണ് ദൈവം പറയുന്നത് എന്ത്, നീതിമാൻ തൻ്റെ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലേ. അപ്പോൾ ഈ സത്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എങ്കിലും പഴയ ആ ആൾക്കാർ നീതിമാനായിട്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ ദൈവം അത് കാണും. എന്നാൽ നീയോ എല്ലാം അറിഞ്ഞിട്ട് തെറ്റു ചെയ്താൽ ശിക്ഷ എത്ര അധികം കിട്ടും. നാം ദൈവചിന്തയിൽ ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു നാം പഠിച്ചു അല്ലേ. അതിനാലാണ് പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെട്ടതും നമുക്കത് മനസ്സിലായതും. പക്ഷേ വിളിക്കപ്പെട്ടവരായ നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ ആയില്ല എങ്കിൽ അതെന്ത് സങ്കടമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരാകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും അപ്പനോട് ചോദിക്കണം, അപ്പാ നിത്യരാജ്യത്തിൽ ഞാൻ അപ്പൻ്റെ കൂടെ ഉണ്ടാകുമോ. വചനം കേട്ടിട്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാഞ്ഞാൽ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാകും, നമ്മളത് വാടിപ്പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുക. അവരുടെ ജീവിത അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. അതായത് വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ പലരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ വരും. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, നിങ്ങൾക്ക് കിട്ടിയത് അപ്പൻ്റെ കൃപയാണെന്ന് നിങ്ങൾ ഓർക്കണം. അത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. കൃപയുടെ അർത്ഥം എന്താണ്? യോഗ്യതയില്ലാത്തവർക്ക് കിട്ടുന്ന കരുണയാണ് കൃപ. അപ്പോൾ യോഗ്യതയില്ലാഞ്ഞിട്ടും നമ്മൾക്ക് ഈ കൃപ കിട്ടിയെങ്കിൽ അത് നമ്മളോട് അപ്പന് ഉള്ള കൃപയാലാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എന്താ നാം ചെയ്യേണ്ടേ? ഇടവിടാതെ സ്തോത്രം അർപ്പിക്കണം, നമ്മുടെ അപ്പന് നന്മ ചെയ്യണം, കൂട്ടായ്മ കാണിക്കണം. ഇതിലൊക്കെയാണ് ദൈവം പ്രസാദിക്കുന്നത്. കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം കരുണയാണ്. അതിനാൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുക. കാരണം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നത് അവരാണ്. അത് സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തണം, അല്ലെങ്കിൽ അത് നമ്മുടെ നല്ലതിനായിരിക്കില്ല. പരീക്ഷണങ്ങൾ ദൈവമക്കൾക്ക് വരും. അത് ഈ അന്ത്യകാലത്ത് അലറുന്ന സിംഹത്തെ പോലെ യുദ്ധം ചെയ്യാൻ സാത്താൻ പുറപ്പെടുന്നത് ദൈവമക്കളുടെ നേരെയാണ്, അല്ലാതെ ലോകത്തിൻ്റെ മക്കളുടെ നേരെ അല്ല. അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെ പരീക്ഷണങ്ങൾ അനുഭവിച്ച യേശുവായാണ് നമ്മളെ അതിന് സഹായിക്കുക. യേശു അവിടെ വചനം കൊണ്ടാണ് മരുഭൂമിയിൽ ആ സാത്താനെ നേരിട്ടത്. അപ്പോൾ ചീത്ത ചിന്തകൾ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? അതിനെതിരായി ദൈവവചനങ്ങൾ പറഞ്ഞ് നല്ല വചനങ്ങൾ ചിന്തിച്ചു കൊണ്ട് ആ സാത്താനെ തുരത്തി ഓടിക്കണം. എപ്പോഴും സാത്താൻ ഈ അന്ത്യകാലത്ത് ദൈവമക്കളുടെ അടുത്തേക്ക് വരുന്നത് അവരുടെ ബലഹീനത നോക്കിയാണ്. ആരാണോ അവരുടെ ബലഹീനത, എന്താണോ അവരുടെ ബലഹീനത എന്ന് മനസ്സിലാക്കി സാത്താൻ അതിലൂടെയാണ് നുഴഞ്ഞു കയറി വരാൻ നമ്മെ തകർക്കാൻ ശ്രമിക്കുക. ചിലർക്ക് മാതാപിതാക്കളായിരിക്കാം, മക്കളായിരിക്കാം, ഭർത്താവായിരിക്കാം, സ്വന്തം കൂട്ടുകാരായിരിക്കാം, സ്വന്തം സഹോദരന്മാരായിരിക്കാം. അപ്പം അങ്ങനെ ആരാണോ നിങ്ങളുടെ ബലഹീനത എങ്കിൽ അവനിലൂടെയാണ് സാത്താൻ കയറി നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുക. പക്ഷേ
നമ്മൾ എന്ത് ചെയ്യണം? വചനം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അവരെ അല്ലെങ്കിൽ ആ ബലഹീനത എന്താണോ അതിനെ നഷ്ടപ്പെടുത്തുമ്പോൾ 100 ഇരട്ടി സ്വർഗത്തിൽ ലഭിക്കും. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അതായത് കർത്താവിന് വേണ്ടി വിശ്വാസത്തിന് എതിരായിട്ട് നിന്ന അമ്മയെയും സഹോദരനെയും മക്കളെയൊക്കെ ഭൂമിയിൽ നഷ്ടപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് അത് 1000 ഇരട്ടി ലഭിക്കുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 100 ഇരട്ടി ലഭിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? 100 അപ്പനമ്മമാർ ലഭിക്കുമെന്നാണോ? 100 സഹോദരന്മാർ, 100 ഭർത്താക്കന്മാർ ലഭിക്കുമെന്നാണോ? ഒരിക്കലുമില്ല അല്ലേ? അതൊക്കെ മറ്റേ കള്ളപ്രവാചകൻ പഠിപ്പിച്ചു വെച്ചേക്കണതാ. അങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത്. നമുക്ക് സ്വർഗത്തിൽ ഒന്നും ഓർമ്മ കാണില്ല. നമുക്ക് 100 ഇരട്ടി ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഏശയ്യ 65:17 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പത്തത് ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല എന്നല്ലേ. പക്ഷെ നരകത്തിലുള്ളവർക്ക് ദേഹവും ദേഹിയും ഓർമ്മയും ഒക്കെ ഉണ്ടാകും. അതിനുദാഹരണമാണ് ലൂക്കാ സുവിശേഷകൻ 16:23 ഒരു ധനവാന്റെ ലാസറിൻ്റെയും ഉപമ പറയുന്നില്ലേ, ഒരു കഥ പറയുന്നില്ലേ. അപ്പം ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ കിടക്കുന്ന ലാസറിനെ കാണുമ്പോൾ പറയുന്നുണ്ടല്ലേ, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ എന്ന് വിളിച്ച് കരയുന്നുണ്ടല്ലേ. അപ്പം എന്താണ്? ധനവാന് ലാസറിനെ ഓർമ്മയുണ്ട് നരകത്തിൽ കിടന്നിട്ട്. പക്ഷേ അബ്രഹാമിൻ്റെ മടിയിൽ കിടക്കുന്ന ലാസറിന് ധനവാനെ തിരിച്ചറിയാനൊന്നും സാധിക്കണില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർഗത്തിൽ ചെന്നാൽ ഭൂമിയിലെ ബന്ധങ്ങളൊന്നുമില്ല, ബന്ധങ്ങൾക്കൊന്നും സ്ഥാനവും ഇല്ല, ആരെയും ഓർക്കുമില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നാം വചനം പഠിച്ചാൽ മാത്രം പോരാ, ആ വചനം വായിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. അതെന്താണ്? നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. എന്താണപ്പോൾ നമ്മളത് അന്ത്യനാളുകളിൽ സാത്താനോട് പോരാടാനായിട്ട് ഈ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. വിശ്വാസം പ്രവൃത്തിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. അല്ലാതെ നമ്മളുടെ ഈ വചനങ്ങൾ കേട്ടിട്ട് അത് ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ പ്രാർത്ഥിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ആ വിശ്വാസം പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. മറ്റുള്ളവരോട് കരുണ കാണിച്ച്, മറ്റുള്ളവരോട് അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് ദുഃഖം വരുമ്പോൾ അവരോട് കൂടെ നിന്ന്, അല്ലെങ്കിൽ വിശക്കുന്നവന് ആഹാരം കൊടുത്ത്, ദരിദ്രനെ സഹായിച്ച്, വിധവയെ സഹായിച്ച്, അതാണ്. അങ്ങനെ ഒരു നീതിമാനായിട്ട് വേണം ആ വചനം പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ. എന്നാലേ കർത്താവിന് അവിടെ നീതി കാണിക്കാനായിട്ട് നമ്മളോട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അന്ത്യനിമിഷങ്ങളിൽ കുറേ പുതിയ ജനത നിരീശ്വരന്മാരാകുന്നതിന് പ്രധാന കാരണം ഈ സഭയിലെ അടിയും ബഹളവും ഇതൊക്കെ കൊണ്ടാണ്. പക്ഷേ ദൈവമുണ്ട്, ഏക ദൈവമാണ് എന്ന് മനസ്സിലാക്കാനും, അല്ലാണ്ട് എല്ലാ ദൈവം ഒന്നാണ് എന്ന് ചിന്തിക്കാനല്ല, യഥാർത്ഥമായ ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തെ കണ്ടെത്താനും കഴിയണം. അല്ലാതെ ദൈവമില്ല എന്ന് പറയുന്നത് നിരീശ്വരന്മാരായി വളരാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ ദൈവം കണ്ടെത്തിയത്, തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ ചിന്തയിൽ നീ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിനക്ക് ഇന്നത് ശ്രവിക്കാൻ കഴിഞ്ഞത്, ഇതിലെ മർമ്മങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെങ്കിൽ നമുക്ക് ദൈവത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. എന്താണ്? നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ശരീരം ദൈവത്തിനുള്ളതാണ്. മുട്ടത്തോട് പോലെയാണ് നമ്മുടെ ശരീരമല്ലേ. നമ്മുടെ ഈ ഭൂമിയിൽ ഈ ജീവിക്കുന്ന ആത്മാവ് ഉള്ളിടത്തോളം കാലം മാത്രം നമ്മുടെ ശരീരത്തിന് പ്രാധാന്യമുള്ളൂ. നാളെ അത് പുഴുവ് അരിച്ച് ചത്ത് ചീഞ്ഞു പോകും. അവിടെ നമ്മുടെ ആത്മാവ് മാത്രമേ ദൈവസന്നിധിയിലേക്ക് എത്തുള്ളൂ. നമ്മൾ ആ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ആത്മാവിലൂടെയാണ് നമ്മൾ ദൈവത്തിനോട് നമ്മൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നീതിമാനായിട്ട് കാണപ്പെടണം. എന്താണ്? ദൈവം പറഞ്ഞു തന്ന ഈ വചനങ്ങൾ പ്രവൃത്തിയിൽ കാണിച്ചു കൊണ്ടായിരിക്കണം, വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ അവിടുത്തെ മുൻപിൽ നിൽക്കേണ്ടത്. അല്ലാതെ അത് നിർജീവമാക്കി കളയരുതേ. ഇതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ച വിഷയമെന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹീബ്രു പഠിച്ചില്ല, കെൻ, യെസ് എന്ന് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോ, ലോ, LO, ലോ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നോ എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ എല്ലാവരോടും യേശുവായിൽ പ്രിയ സഹോദരങ്ങളോടെല്ലാം
എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പം ഈ അവസാന നിമിഷങ്ങളിൽ സാത്താൻ നമ്മുടെ നേർക്ക് പാഞ്ഞലറി വരുന്ന, നമ്മുടെ ബലഹീനതയിൽ കയറി വരുന്ന ഈ നിമിഷങ്ങളിൽ വചനം മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ എന്തായിരിക്കണം? വചനം നമ്മുടെ വാളാണെങ്കിൽ വിശ്വാസമായിരിക്കണം നമ്മുടെ പരിച. അപ്പോൾ വിശ്വാസം എന്ന പരിച പ്രവൃത്തിയിലൂടെ ആയിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ഞാൻ നിർത്താണ്. എല്ലാവർക്കും തോതാ റബ്ബ തോതാബ.